കോട്ടയത്തെ ഏറ്റവും വലിയ മുന്നണി UDF ആണ്. അതുകൊണ്ട് ഉണ്ണിത്താൻ തന്നെ ആദ്യം സംസാരിക്കണം. പക്ഷേ ആ UDF നിന്ന് എപ്പോഴും വാർത്താ PC ജോർജ് വേറിട്ട് നിന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. LDFുമായി കൈകോർത്തിരിക്കുന്നു. കോട്ടയത്തെ സ്ഥിതി എന്തു പറയുന്നു? ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് അത് എത്രമാത്രം ബാധിക്കും? അല്ല, കോട്ടയത്ത് കൈരളിയുടെ റിപ്പോർട്ടർ കരീം പറഞ്ഞത് കേട്ടത് എനിക്ക് അത്ഭുതം തോന്നി. അയ്യോ, കൈരളിയുടെ റിപ്പോർട്ടർ അല്ല അതേ ഒരു മാധ്യമത്തിന്റെ റിപ്പോർട്ടറാണ്. അതെ, ജില്ലാ ഒരു നിരീക്ഷകൻ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള സീറ്റും UDFിനുള്ള സീറ്റും LDFിനുള്ള സീറ്റും ഇപ്പോൾ എഴുതി കാണിച്ചേ ഉള്ളൂ. അതെ, അതിനകത്ത് 1-2 സീറ്റിലുള്ള വ്യത്യാസം വന്നാൽ പോലും ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്തിന്റെ 4 അയലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ കോട്ടയത്ത് വരത്തില്ല. മാത്രമല്ല, PC ജോർജിന്റെ വൈക്കം മുനിസിപ്പാലിറ്റിയിലെ സ്ഥിതി ഞങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വൈക്കം മുനിസിപ്പാലിറ്റിയുടെ കിട്ടിയാൽ ഇപ്പം ഈ പറയപ്പെടുന്ന ഈരാട്ടുപേട്ടയും അതുപോലെ തന്നെ ഏറ്റുമാനൂരും UDFിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അപ്പോൾ ആ 2 മുനിസിപ്പാലിറ്റിയുടെ കിട്ടും. പിന്നെ വൈക്കമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാ കാലത്തും MLAമാരുണ്ടാകുന്ന ഒരു സ്ഥലം. അവിടെയാണ് മുനിസിപ്പാലിറ്റിയിൽ പലപ്പോഴും ഭരണം പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി വൈക്കമല്ലാതെ ആ വൈക്കത്ത് ഇത്തവണ എനിക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് വൈക്കം മുനിസിപ്പാലിറ്റിയും UDFിന് അനുകൂലമാണ്. പിന്നെ ശ്രീ PC ജോർജ് കേരള രാഷ്ട്രീയത്തിലൊരു ഘടകമല്ലെന്ന് നമ്മൾ ഇനിയും ചർച്ച ചെയ്ത് നമ്മുടെ എനർജി വേസ്റ്റാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം അഴിമതിക്കെതിരെ അരുവിക്കരയിൽ ഒരു മുന്നണി ഉണ്ടാക്കി, മുന്നണി രൂപീകരിച്ച പുള്ളിയുടെ സഹയാത്രികൻ പോലും അവസാനം മുന്നണിയോടൊപ്പം ഇല്ലാത്തൊരു സാഹചര്യം. ഞാൻ പറഞ്ഞത് കോട്ടയത്തൊരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ പൂഞ്ഞാറിൽ പോലും ഒരു ഘടകമല്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. തീർച്ചയായും പൂഞ്ഞാറിൽ പോലും വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചന്ദ്രശേഖരൻ നോക്കിക്കോ, പൂഞ്ഞാറിൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം കൂടെ പോകാൻ പോവാണ്. സ്വാഭാവികമായി അദ്ദേഹം ആവശ്യപ്പെടേണ്ടത് ഈ 6 മാസത്തിനകം ഒരു തെരഞ്ഞെടുപ്പ് കൂടി, ഒരു ബൈ ഇലക്ഷൻ കൂടി അവിടെ വെക്കാമെങ്കിൽ പൂഞ്ഞാറിലൊരു പുതിയ MLA വരും. അതവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം 14 ജില്ലകളിൽ ഏത് ജില്ലയെക്കുറിച്ചും ഇടതുപക്ഷം. പിന്നെ നമ്മളിപ്പോൾ ശ്രീ മാണിക്കെതിരെയുള്ള കേസ് പറഞ്ഞു. നമ്മുടെ രാജ്യം വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനമുള്ള രാജ്യമാണ്. ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു നീതിന്യായ സംവിധാനമുണ്ട്. എൻ്റെ ബഹുമാനീയനായ സുഹൃത്ത് പത്മകുമാറിനെ എത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ത്യൻ പാർലമെൻറ്റിൽ 230 പേർ പാർലമെൻറ്റ് അംഗങ്ങൾ, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJP അടക്കം. അവരെല്ലാം FIRൽ ഒന്നാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ളവരാണ്. പലർക്കെതിരെയും കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അവരാരും പാർലമെൻറ്റ് അംഗത്വം രാജിവെച്ചിട്ടില്ല. ഇവിടെ ശ്രീ പിണറായി വിജയൻ്റെ കാര്യമെടുക്കാം. SNC ലാവലിൻ കേസ് വന്നു, അദ്ദേഹം FIR പ്രതിയായി, അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രമാണ് ഒരു വിചാരണ കോടതി വിചാരണ കൂടാതെ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ട്രയൽ കോടതി ഒരു തുടരന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉടനെ ആളിനെ പ്രതിയാക്കാൻ പറ്റില്ല. പറ്റൂ? അന്വേഷണം നടക്കട്ടെ. നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു കാര്യം പറയുമ്പോൾ അതൊരു സാങ്ക്ടിറ്റി വേണ്ടേ? നമ്മുടെ രാജ്യത്ത് ഒരു കോടതി ഒരു തുടരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് തുടരന്വേഷണം നടത്തിയെന്നിരിക്കട്ടെ. ജയകൃഷ്ണൻ മാസ്റ്ററെ കൊന്ന കൊലക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഒറ്റ കാര്യം പറയട്ടെ, തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലാൻ വിധിച്ച പ്രതികൾ ഹൈക്കോടതി തലശ്ശേരി സെഷൻസ് കോർട്ടിന്റെ വിധി അംഗീകരിച്ചു. സുപ്രീം കോടതി പോയപ്പോൾ എന്താ സംഭവിച്ചത്? 1-ാം പ്രതിയുടെ ശിക്ഷ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തമായി കുറച്ചു, ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ പരമാധികാര കോടതി സുപ്രീം കോടതിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായി ഒരു കോടതി തുടരന്വേഷണം നടത്തണമെന്ന് പറയുമ്പോൾ അയാളെ പ്രതിയാക്കി എന്ന് ആ വിഷയത്തിലേക്ക് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ചർച്ച ചെയ്തപ്പോ പറഞ്ഞ പിന്നെ നമ്മുടെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത് ഈ ബാർക്കോഴ വിവാദം കത്തിച്ചൊരു തെരഞ്ഞെടുപ്പല്ലേ അരുവിക്കര തെരഞ്ഞെടുപ്പ്. തീർച്ചയായും അപ്പൊ അത് ബാധിക്കില്ല. പ്രകാശ് ബാബു, ഈ ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നുള്ള നിലയിൽ സമീപിക്കാൻ പാടില്ല. അങ്ങനൊരു സമീപനത്തോടുകൂടി ഒരു ജില്ലയിലെയും ചർച്ചകൾ നടത്തുന്നതും ശരിയല്ല. കോട്ടയത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായി 4 ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നാണ് എൻ്റെ ബലമായ അഭിപ്രായം. ഒന്ന്, ശ്രീ KM മാണിക്ക് എതിരായിട്ട് ഇന്ന് ജനങ്ങളുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ചർച്ച ചെയ്യുന്ന, കേരളം ചർച്ച ചെയ്യുന്ന ബാർക്കോഴ കേസ് ഉൾപ്പെടെ പിന്നെ കാരുണ്യയിലെ തിരിമറി ഉൾപ്പെടെയുള്ള എല്ലാ സാമ്പത്തിക വിഷയങ്ങൾ, ബഡ്ജറ്റ് ചോർത്തി കൊടുത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ
KM മാണിക്കെതിരായി കേരള രാഷ്ട്രീയം സജീവമായി ചർച്ച ചെയ്യുന്ന ആ വിഷയങ്ങൾ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിനെ നല്ലതുപോലെ ബാധിക്കും. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടും വരും. 2, കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നല്ല റിപ്റ്റ് നിലനിൽക്കുന്ന സ്ഥലമാണ് കോട്ടയം ജില്ല. അവിടെ ഈ KM മാണിക്കെതിരായി ചിന്തിക്കുന്ന നിരവധി കോൺഗ്രസ്സുകാരുണ്ട്. അവരെ ഒരുപക്ഷെ ശ്രീ ഉണ്ണിത്താന് തന്നെ നല്ലതുപോലെ അറിയുകയും ചെയ്യാം, ഇപ്പം മിണ്ടാതിരിക്കുന്നെങ്കിലും. ആ കോൺഗ്രസ്സുകാർ ഈ KM മാണിയുടെ ചില നിലപാടുകൾക്കെതിരായി അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. 3, PC ജോർജിൻ്റെ വിഷയം കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ച് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞ അഭിപ്രായം ഉണ്ണിത്താൻ്റെ മാത്രം ഒരു സ്വപ്നമാണ്. ഈരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് ആ വിഷയത്തിൽ പ്രതികരിക്കാൻ അറിയാം. അതിൻ്റെ പ്രതികരണം കോട്ടയം ജില്ലയിലുണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് UDFന് ഇങ്ങനെ ഒരു വിജയം നേടിക്കൊടുക്കുന്നതിൽ PC ജോർജിൻ്റെ ഒരു സംഭാവന ഉണ്ടായിരുന്നു. അതാർക്കും തള്ളിക്കളയാൻ കഴിയുന്നില്ല. അതിപ്പോൾ തിരിഞ്ഞ് വരികയാണ്, UDFനെതിരായിട്ട് വരുന്നു. 4, കോട്ടയം ജില്ലയിലെ സമ്പദ്ഘടന കോട്ടയം ജില്ലയിലെ സമ്പദ്ഘടനയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നതാണ് റബ്ബർ മേഖല. ആ റബ്ബറിൻ്റെ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങിയ ഇറക്കുമതി ഇപ്പോഴും നിർബാധം തുടർന്ന് ലാറ്റക്സും കൂടി ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ചർച്ച ചെയ്യുന്നത്. ആ കൃഷിക്കാരൻ്റെ അതിശക്തമായ പ്രതികാരം, അതിൻ്റെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പിൽ UDFനെതിരായിട്ടുണ്ടാവും. പത്മകുമാർ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നതോടുകൂടി അതിന് സമാന്തരമായി വന്ന വാർത്തകളുണ്ടായിരുന്നു. SNDP യോഗങ്ങൾക്ക് വളരെ ശക്തമായ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ് കോട്ടയം ജില്ലയിൽ പല ഭാഗത്തും. അതിൻ്റെ കൂടി ആവേശത്തോടു കൂടിയാണ് SNDP യോഗത്തോടു കൂടി ചേർന്ന് BJP അവിടെ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ ആ ജില്ലയിലെ പ്രത്യേകിച്ച് ചില മേഖലകളിൽ നിന്ന് നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്ന് വാർത്തകളുണ്ടായിരുന്നു. അതുകൂടി വെച്ചുകൊണ്ട് പറയണം, തെരഞ്ഞെടുപ്പിലേക്ക് ജനങ്ങൾ വോട്ടിടാൻ പോകുന്നതിന് മുമ്പ് ആ പ്രതീക്ഷകളുടെ തോത് എത്രമാത്രം ഉയർന്നിരിക്കുന്നു? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് സീറ്റ് നേട്ടത്തെക്കുറിച്ച്? ഞങ്ങൾക്ക് സംഘടനാ സംവിധാനം കുറേ ശക്തമായിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. അതിൽ നമ്മുടെ മുതിർന്ന നേതാവ്, ആദ്യകാല BJP നേതാവായിരുന്നു ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ, അവിടുത്തെ ജില്ലാ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ കാര്യമായി നടക്കുന്നുണ്ട്. അതിൽ അപ്പോൾ കാര്യമായി സംഘടനാ സംവിധാനവും പ്രവർത്തനവും കൊണ്ട് നിരവധി പഞ്ചായത്തുകൾക്കും ജനപ്രതിനിധിയുണ്ട്. അങ്ങനെ ആ സ്ഥാനത്ത് SNDPയുടെ ഒരു സഹായം കൂടി അവിടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വലിയൊരു മുന്നേറ്റം കോട്ടയം ജില്ലയിൽ. കഴിഞ്ഞ തവണ BJP ഒറ്റയ്ക്ക് നേടിയ ആ നേട്ടം നമ്മൾ കാണിച്ചു. SNDPയും വലിയ വേരോട്ടമുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ മുന്നോട്ട് പോകും. അത് വെച്ച് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? നമുക്കത് ക്വാണ്ടിഫൈ നല്ല പ്രതീക്ഷയാണ്. ഇപ്പോൾ തൃക്കടിത്താനം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, അതേപോലെ പാലാ മണ്ഡലങ്ങൾ, അതെല്ലാം പൂഞ്ഞാർ, പിന്നെ പാല, ഇതെല്ലായിടത്തും പാലയില് ഈ കുമരകം, അയ്മനം അതൊക്കെയാണ് ശക്തി കേന്ദ്രം എന്ന് പറയുന്നു. 250ഓളം സ്ഥാനാർത്ഥികളെ അവിടെ SNDP തന്നെ രംഗത്ത് നിർത്തിയിട്ടുണ്ട്. ഏതെങ്കിലും പഞ്ചായത്തിൽ വിജയപ്രതീക്ഷ അങ്ങനെയുള്ള ഇലക്ഷന് മുന്നേ ഒരു പഞ്ചായത്തിൽ വിജയപ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. അതുകൊണ്ട് മുഴുവൻ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. എന്ത് കൂട്ടിച്ചേർക്കുന്നു? കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അതിൻ്റെ സങ്കീർണതയാണ് അവിടെ. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അവിടുത്തെ പ്രധാന വിഷയങ്ങൾ തന്നെയാണ്. കോഴ കേസ് തന്നെ എല്ലാവർക്കും അറിയാം, കോഴ നടത്തിയിട്ടുണ്ടെന്നും എല്ലാവരും. ഇവരിപ്പം ഉണ്ണിത്താൻ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചു കുഞ്ഞുങ്ങൾക്കും അറിയാം. കുഞ്ഞാലിക്കുട്ടി കേസ് പോലെയാണ്, പഴയ ബാർക്ക് ലൈസൻസ് ഇതിൻ്റെ കേസ് പോലെയാണ്, ഐസ്ക്രീം കേസ് പോലെയാണ്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിങ്ങനെ മൂടപ്പെട്ട് പോകുന്നത് അത് എന്തെങ്കിലും തെളിയുന്നല്ലേ നളിയുന്നപ്പോൾ വേറെ ബ്രേക്ക് ന്യൂസ് വരുന്നുണ്ട്, വേറെ വലിയ സംഭവം വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കില്ലല്ലോ. ഇപ്പോൾ സത്യം എവിടെയോ കിടക്കുന്നു, നമ്മൾ വേറെ എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നു. ഏതായാലും ഞങ്ങളുടെ ഒരു കണക്കൂട്ടലിൽ ഈ വൈരുദ്ധ്യങ്ങളുടെ സങ്കീർണതയിൽ BJPക്ക് കുറച്ചുകൂടെ ഒരു നേട്ടം വരും. കാര്യം SNDPയുമായിട്ടുള്ള സഖ്യവും കൂടി തീർച്ചയായിട്ടും അവിടെ ഫലം ചെയ്യുമെന്നും ഇവിടെ എത്ര എണ്ണം കിട്ടുമെന്ന് ഇവരെ കൂട്ടുന്ന ഞങ്ങൾ സ്വപ്നം കാണുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കാര്യമായ മാറ്റം വരും. അവിടെ ഒരു അവിഭാജ്യ ഘടകമായി BJP മാറുമെന്നുള്ള യാതൊരു സംശയവും. തിരിച്ചു വരാം. ശ്രീ ജേക്കബ് ജോർജ് പുതിയ അതിഥിയായി എത്തി. ഞാൻ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ കണ്ടില്ല. താങ്കൾക്ക് സ്വാഗതം. ഇപ്പോൾ കോട്ടയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. അത് സമാപന ഘട്ടത്തിലാണ് താങ്കൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. കോട്ടയം താങ്കൾക്ക് അറിയുന്ന ജില്ലയാണ്. എന്തായിരിക്കും അവിടുത്തെ തെരഞ്ഞെടുപ്പ്? കോട്ടയത്ത് ഞാൻ ജോലി ചെയ്തതാ മാതൃഭൂമി വെച്ച് 88-90. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കോട്ടയം ഒരു UDF ജില്ലയാണ്. കേരള കോൺഗ്രസിന് ജന്മം നൽകിയ ജില്ല.
ആ ഒരു കാലഘട്ടം വിമോചന സമരത്തിൻ്റെ ഒരു ന്യൂക്ലിയസും കൂടിയായിരുന്നു കോട്ടയം. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇടതുപക്ഷത്തോട് പ്രതിഷേധമുള്ള എതിർപ്പുള്ള ഒരു മേഖലയാണ് ആ കോട്ടയം ബെൽറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രകാശ് ബാബു പറഞ്ഞതുപോലെ റബ്ബർ വിലയിടിവ് കർഷകൻ്റെ നട്ടല് തകർന്നിരിക്കുകയാണ് എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ കാലമായിട്ട്. അതേപോലെയുള്ള പ്രശ്നങ്ങൾ, KM മാണി പ്രശ്നം, കേരള കോൺഗ്രസിന് പഴയ പ്രതാപമൊന്നുമില്ല. കേരള കോൺഗ്രസ് എന്ന പേരും 2 മന്ത്രിമാരും അങ്ങനെയൊക്കെയുള്ളതല്ലാതെ അങ്ങനെ പഴയ പ്രതാപകാലം ഒക്കെ നഷ്ട വസന്തമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരള കോൺഗ്രസ്. പിന്നെ അവിടെ ഉമ്മൻചാണ്ടിയുടെ പ്രദേശം കൂടിയാണ് UDF എന്ന കാര്യം കൂടി ഓർക്കണം. എനിക്ക് തോന്നുന്നത് ശക്തമായ മത്സരം പ്രധാനമായിട്ടും BJPക്ക് എന്തുമാത്രം ഇൻറോഡ്സ് ഉണ്ടാക്കാൻ പറ്റും, അതാണ് പ്രധാന ചോദ്യം. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്കാർ പറഞ്ഞു കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും എന്ന മട്ടിലായിരുന്നു അവരുടെ നീക്കം. പക്ഷേ ഇപ്പം കോർപ്പറേഷൻ പിടിക്കുന്നത് പോകട്ടെ, ഒരു 10 സീറ്റെങ്കിലും കിട്ടിയാലായി എന്നുള്ള നിലയിലായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇതാണ് സ്ഥിതിയെങ്കിൽ കോട്ടയത്ത് ഈ പറഞ്ഞതുപോലെ നാട്ടകം, കുമരകം, ആ ബെൽറ്റൊക്കെ SNDPയുടെ ഈഴവ സമുദായത്തിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അപ്പം കിട്ടുകയാണെങ്കിൽ ഒരു കുമരകം കേന്ദ്രമാക്കി ഒരു BJPക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട് നോക്കേണ്ടതാണ്. എന്താണെങ്കിലും ആ BJP SNDP കൂട്ടുകെട്ട് കോട്ടയം ജില്ലയിൽ ഒട്ടാകെ വ്യാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാണാൻ സാധ്യതയുള്ളത് ഈ കുമരകത്ത് മാത്രമാണ്. എങ്കിൽ പോലും തീർച്ചയായിട്ടും വളരെ വളരെ സങ്കീർണമായ താങ്കളുടെ അഭിപ്രായങ്ങൾ കൂടി പറയേണ്ട സമയമാണ്. നമുക്കൊരു ബ്രേക്കിന് സമയമാവുന്നു. എനിക്ക് വിഷമമൊന്നും അയ്യോ പറഞ്ഞോളൂ. അത് പറഞ്ഞത് ഇദ്ദേഹം കൈനീട്ടി നേരത്തെ പറഞ്ഞ ഒരാൾ, അതുകൊണ്ടല്ല. കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ള UDFന്റെ കാര്യമാണ്. UDF മലപ്പുറം ജില്ലയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അവിടെ വലിയ പാർട്ടി ലീഗും കോൺഗ്രസും തമ്മിലടി. കോട്ടയം ജില്ലയിലെത്തുമ്പോൾ അവിടെ വളരെ സ്വാധീനമുള്ള കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ജില്ല കോട്ടയമാണ്. ആ കോട്ടയത്ത് കേരള കോൺഗ്രസും തമ്മിലാണ് അടി. അവിടെ വിമത പ്രശ്നമാണ് ആ UDF നേരിടുന്ന ഏറ്റവും വലിയ ശല്യം. യഥാർത്ഥത്തിൽ പിന്നെ ഈ കേരള കോൺഗ്രസിൻ്റെ തട്ടകത്തിൽ പോലും കോൺഗ്രസ്സുകാർ വിമതരെ നിർത്തിയിരിക്കുന്നു. ഈ KM മാണിയുടെയും PC ജോർജിൻ്റെയും രാഷ്ട്രീയ വിധി എന്തായിരിക്കുമെന്ന് നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് ഇത്തവണ വഹിക്കും എന്ന തരത്തിലുള്ള നിരീക്ഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ചാണ് KM മാണി പാലായിൽ, ഈ വലിയ തോതിലുള്ള പാരമ്പര്യം അവകാശപ്പെടുന്ന പാലായിൽ അവസാന നിമിഷം വരെ KM മാണി തന്നെ ധരിച്ചു ഞാൻ തോറ്റുപോവോ മാണി C കാപ്പനോട്. അങ്ങനെ ഒരു വെല്ലുവിളി ഉയർന്ന പാരമ്പര്യവും അവിടെയുണ്ട്, കോട്ടയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഘട്ടത്തിൽ മാണി ആകെ തൂത്ത് വാരിപ്പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഗണ്യമായ വിഭാഗം ഇവർ പറയുന്നത് അഴിമതി ആര് നടത്തി, അത് മാണി നടത്തി. കേസിൽ ആര് നേരത്തെ പറഞ്ഞല്ലോ, കേസിൽ ഈ മാണിക്കെതിരായ കോഴക്കേസിൽ കൃത്യമായ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ കേസ് തുടരന്വേഷണത്തിന് വിടുന്നത്. അല്ലാണ്ട് മാണിയെ വെറുതെ സംശയിച്ചിട്ടല്ല. അങ്ങനെ തെളിവുള്ള മാണി, ആ മാണി ആ വീട്ടിൽ, സ്വന്തം വീട്ടിൽ, അവിടെ പാലായിൽ സ്വന്തം വീട്ടിൽ വിശ്രമിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോലും പോകാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് ഇവർ പറയുന്നതിൻ്റെ യുക്തിയാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളുടെ ബോധനിലവാരം അത് ചോദ്യം ചെയ്യുന്ന കുറേ സംഭവങ്ങൾ UDFനെതിരായ ഘടകങ്ങളായി ഇവിടെ വന്നിട്ടുണ്ട്. അത് വോട്ടായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തിരിച്ചു വരും. കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ഇടവേളയിലേക്ക് പോയി പുതിയ പത്തനംതിട്ട ജില്ലയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന തെക്കൻ കേരളത്തിലെ അവസാനത്തെ ജില്ലയിലേക്ക് നമ്മൾ എത്തുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുമ്പോൾ എന്താണ് അവിടുത്തെ പശ്ചാത്തല വിവരങ്ങൾ എന്നതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. പത്തനംതിട്ട ജില്ല 66 തദ്ദേശ സ്ഥാപനങ്ങൾ നിലവിലുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. ഈ 66 സ്ഥാപനങ്ങളിലായി 1042 വാർഡുകളും ഡിവിഷനുകളുമാണ് ഉള്ളത്. വോട്ടർമാർ 10,01,325 പേരാണ്. സ്ഥാനാർത്ഥികൾ 3,814 പേർ. ഇതാണ് പത്തനംതിട്ട. താരതമ്യേന ചെറിയ ജില്ലയാണ്. 2010 പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചിത്രം 2010 വിധിയിൽ തെളിയുന്നത് പ്രകാരം ഇങ്ങനെയാണ്. 3 മുനിസിപ്പാലിറ്റികൾ മാത്രമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. 3ഉം UDFനോടൊപ്പം നിന്നു. UDFന്റെ ഏകപക്ഷീയമായ ആധിപത്യമാണ് നഗരങ്ങളിൽ പത്തനംതിട്ടയിൽ കണ്ടത്. ജില്ലാ പഞ്ചായത്തിൽ 17 ഡിവിഷനുകൾ ഉള്ളപ്പോൾ 11ഉം UDF നേടി. 6 ഡിവിഷനുകളാണ് LDFന് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 8ൽ 6-2 എന്ന നിലയ്ക്ക് UDF തന്നെ ആധിപത്യം പിടിച്ചുപറ്റുകയാണ് ഉണ്ടായത്. ഗ്രാമപഞ്ചായത്ത് 54 പഞ്ചായത്തുകളാണ് അവിടെ ഉള്ളത്. 36ഉം UDF നേടി. 18 ഗ്രാമപഞ്ചായത്തുകളിലാണ് LDFന് വിജയിക്കാനായത്. ഈ ചിത്രത്തിൽ
BJP ഇല്ല. UDF ഒരു മേൽക്കൈയാണ് ഇതിൽ കാണുന്നത്. LDF മുന്നണി നില ഇങ്ങനെയായിരുന്നു. CPIM ആണ് ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി അവിടെ LDF മാറിയത്. 246 ജനപ്രതിനിധികളെ അവർ ജയിപ്പിക്കാൻ ആയി. CPI 51 ജനപ്രതിനിധികളെ ജയിപ്പിച്ചു. 53 LDF സ്വതന്ത്രർ ജയിച്ചു. താരതമ്യേന സ്വതന്ത്രരുടെ സാന്നിധ്യം കൂടുതൽ ഉള്ള ഒരു ജില്ലയായി LDF ചേരിയിൽ ഇത് മാറുന്നു. ജനതാദൾ സെക്യുലർ 2, NCPക്കും RSPക്കും ഓരോ സീറ്റ് വീതം, കേരള കോൺഗ്രസിന് 3 സീറ്റ്, LDFനോട് ഒപ്പം നിന്ന കേരള കോൺഗ്രസിന്. UDF നിലയിലേക്ക് പോവുകയാണെങ്കിൽ UDF കോൺഗ്രസ് ആണ് സ്വാഭാവികമായും ഏറ്റവും വലിയ കക്ഷി. 440 പേരാണ് അവർക്ക് വേണ്ടി ജയിച്ചത്. 88 പേരെ ജയിപ്പിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം 2ാം സ്ഥാനത്ത്. JSS 6 പേരെ ജയിപ്പിച്ചു. മുസ്ലിം ലീഗിന് 2 പേരെ ജയിപ്പിക്കാനായി. SJD 3, UDF സ്വതന്ത്രർ 1. അവിടെയുള്ള മുനിസിപ്പാലിറ്റികളുടെ ഇപ്പോഴത്തെ ചിത്രം ഇങ്ങനെയാണ്. പത്തനംതിട്ടയും അടൂരും തിരുവല്ലയും നിലനിൽക്കുന്നു. പത്തനംതിട്ടയും അടൂരും UDFും തിരുവല്ല LDFുമാണ് കഴിഞ്ഞ തവണ ജയിച്ചതും ഭരിച്ചതും. പന്തളം പുതിയ നഗരസഭയായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ പത്തനംതിട്ട നഗരസഭയിലെ മറ്റു പ്രത്യേകതകൾ ഇങ്ങനെയാണ്. പന്തളം നഗരസഭയിൽ CPIMനെതിരെ CPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. BJPക്ക് 2 വാർഡുകളിൽ വിമതർ ഉണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ പത്തനംതിട്ടയിൽ ഇരു മുന്നണികളിലും വിമതർ ഉണ്ട് എന്നതാണ് ഒരു സ്ഥിതി. പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ DCC സെക്രട്ടറി തന്നെ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച കൂടി പത്തനംതിട്ടയിലുണ്ട്. പത്തനംതിട്ട നഗരസഭയിൽ കോൺഗ്രസിനെതിരെ RSP ലീഗിനും വിമതർ ഇവിടെ ഉണ്ട്. കോൺഗ്രസിനെതിരെ RSP മത്സരിക്കുന്നു, ലീഗിനും ഇവിടെ വിമതൻ ഉണ്ട്. പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സാം ചെമ്പകത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. സാം, എങ്ങനെയാണ് പത്തനംതിട്ടയിലെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ? എന്താണ് അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്? പത്തനംതിട്ടയിൽ സ്ഥിതി നമ്മൾ പരിശോധിക്കുമ്പോൾ 2010 തെരഞ്ഞെടുപ്പ് ഫലം നാം അവലോകനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രവേശിക്കണം. 2010 45% വോട്ടാണ് UDFന് ലഭിച്ചത്. 37% വോട്ടുകൾ LDFനും 8% വോട്ട് BJPക്കും ലഭിച്ചു. ഇക്കുറി തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി LDF സ്ഥിതി അല്പം, അതായത് കുറേ കൂടി സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ നല്ല പോരാട്ടം, UDFും LDFും തമ്മിൽ നല്ല പോരാട്ടം നടക്കുകയാണ്. പ്രത്യേകിച്ച് ആനിക്കാട്, റാന്നി, മലയാലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ LDFും UDFും തമ്മിൽ കട്ടയ്ക്ക് മത്സരം നടക്കുന്നു. അങ്ങനൊരു LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെക്കാട്ടിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സാം, തുടരാം. മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ ഇരു മുന്നണികളും BJPയും പ്രധാനമായിട്ട് സാമിന് കേൾക്കുന്നതിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് സംശയിച്ച് അദ്ദേഹം നിർത്തുന്നതായാണ് നമുക്ക് അനുഭവപ്പെട്ടത്. കേരള കൗമുദിയുടെ റിപ്പോർട്ടർ സാമാണ് അവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിലും UDFന്റെ ഒരു ആധിപത്യം കഴിഞ്ഞ തവണ കണ്ട ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഉണ്ണിത്താനോട് തന്നെ ആവട്ടെ ആദ്യത്തെ ചോദ്യം. എന്തു പറയുന്നു? പത്തനംതിട്ടയിൽ ഇത് ആവർത്തിക്കുമോ, മെച്ചപ്പെടുത്തുമോ? അവസാനത്തെ കണക്കെടുപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്, UDF നേതൃത്വത്തിനുള്ളത്? അല്ല, കോട്ടയം ജില്ല പോലെ തന്നെ UDFന് ശക്തമായ അടിത്തറയുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ല. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെന്ന് പറയുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ പാർലമെൻ്റ് ആയാലും അസംബ്ലി ആയാലും റാന്നി ഒഴിച്ചുള്ള സീറ്റുകൾ ഇത്തവണ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അടൂർ അസംബ്ലി സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായി നഷ്ടപ്പെട്ടെങ്കിൽ പോലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും തെന്നല ബാലകൃഷ്ണനുടെയൊക്കെ നിരവധി പ്രാവശ്യം ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് അടൂർ. അപ്പോൾ സ്വാഭാവികമായി ഇത്തവണ പന്തളം നഗരസഭ വരുന്നുണ്ട്. പന്തളം നഗരസഭ അടക്കം UDF കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. ജില്ലയിലും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലും നഗരസഭകളിലും നിർണായകമായ ഭൂരിപക്ഷം UDFനുള്ള ജില്ലകളിലൊന്നാണ് പിന്നെ
പത്തനംതിട്ട ജില്ല. ആ ജില്ലയിൽ ഒരു കോട്ടവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കുറേ കൂടി UDF മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളൊരു ഭീഷണിയല്ല ഇത്തവണ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം. മറ്റ് ജില്ലകളൊക്കെ അത് ഒരു പരിധിവരെ ഭീഷണിയാണ്. ഇപ്പോൾ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ ജോസി സെബാസ്റ്റ്യൻ മത്സരിക്കുന്നതൊക്കെ വിമത ഭീഷണി ഒരു ഭീഷണി തന്നെയാണ്. അതേസമയം പത്തനംതിട്ട ജില്ലയിലെ ഈ വിമതന്മാരെന്ന് പറയുന്നത് സ്വാഭാവികമായി ഒരു ഭീഷണി UDFനോ കോൺഗ്രസിനോ ഉയർത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ ഞങ്ങൾ നിലനിർത്തും, മുനിസിപ്പാലിറ്റി മുഴുവൻ ഞങ്ങൾ ഇത്തവണ ഭരിക്കും പത്തനംതിട്ട ജില്ലയിൽ. അതുപോലെ തന്നെ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ മുന്നണിക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന മധ്യ തിരുവിതാംകൂറിലെ ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. വളരെ പെട്ടെന്ന് പ്രകാശ് ബാബു, സമയം തീരാതെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ കുറച്ചുകൂടി നല്ല പ്രതീക്ഷയുണ്ട്. അതിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അതിന് തക്ക തിരിച്ചടിയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. പത്മകുമാർ, 5 മിനിറ്റ് കൂടിയേ പരിപാടി തീരാനുള്ളൂ. കഴിഞ്ഞ തവണ 8% സീറ്റ് BJP തനിയെ ഈ തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു പശ്ചാത്തലം നമ്മുടെ നിരീക്ഷകൻ പറയുകയുണ്ടായി. എത്രമാത്രം മെച്ചപ്പെട്ട സാധ്യതകൾ ഇപ്പോൾ മുന്നിലുണ്ട്? വളരെ പെട്ടെന്ന്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ഞങ്ങൾ നേടിയ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ്, ആറന്മുള ഇഷ്യൂസ്, അതിൽ BJP അതുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെടുത്ത നിലപാടുകൾ, അതുപോലെ മൊത്തത്തിൽ ഞങ്ങൾ കുറേ പഞ്ചായത്തിൽ അടിസ്ഥാനപരമായി കുറേ ചെറുകോൽ അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലും നമുക്ക് കാര്യമായ രീതിയിൽ ആറന്മുള പഞ്ചായത്ത് അങ്ങനെ തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് അടിസ്ഥാനപരമായി കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ള സംഘടനാ സംവിധാനം ഇത് വെച്ച് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഒരു കുതിച്ചുചാട്ടം തന്നെ മറ്റു പല നമുക്ക് സ്വാധീനമുള്ള ജില്ലയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിലുണ്ടാകും. നമ്മുടെ നിരീക്ഷകർക്ക് കൂടി പങ്കെടുക്കാനുള്ള സമയമില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് വളരെ കൂടുതൽ അറിയാവുന്ന ജേക്കബ് ജോർജ് 2 വരി കൂടി പറഞ്ഞ് ദയവായി. പറഞ്ഞത് ആറന്മുള വിമാനത്താവളം ജനങ്ങള BJPയുടെ നിലപാടിന് എതിരായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, പണ്ട് മുതലേ UDFൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. ഒരു പ്രധാനപ്പെട്ട ഘടകം BJPയുടെ വരവ് ദേശീയ തലത്തിൽ BJPയോ അല്ലെങ്കിൽ സംഘപരിവാറോ നടത്തുന്ന ഭീഷണികൾ അത് ന്യൂനപക്ഷത്തെ എങ്ങനെ ബാധിക്കുന്നു, ന്യൂനപക്ഷം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, അതിൻ്റെ പേരിൽ ആ വോട്ട് എങ്ങോട്ട് തിരിയും, അതൊരു പ്രധാനപ്പെട്ട നമ്മൾ നോക്കേണ്ട കാര്യമാണ്. വളരെ പെട്ടെന്ന് പത്തനംതിട്ടയെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ പഞ്ചായത്ത് വാരം എന്ന പരിപാടി 1 മണിക്കൂർ മുമ്പ് നേരത്തെ ഇവിടെ ചുരുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങൾക്ക് തരാനുള്ളത് കൊണ്ടാണ് പഞ്ചായത്ത് വാരം ഇവിടെ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതേ ഗസ്റ്റുകളുമായി ഇതേ അതിഥികൾ തുടരുകയാണ്. ഞങ്ങൾ ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മടങ്ങി വരും. പഞ്ചായത്ത് വാരത്തിൽ ഇതുവരെ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നിങ്ങൾക്കും നമസ്കാരം.